അബി ഫസ്റ്റീസ് വരുന്നുണ്ട്, നീ ആ കാര്യം മറന്നില്ലല്ലോ. അധികം സ്നേഹപ്രകടനമൊന്നും വേണ്ട, ഒരു തലയ്ക്ക് തീർത്തണ്ട. എപ്പോഴാ കുറച്ച് പേടിപ്പിച്ചൊക്കെ കിട്ടോ നീ. അച്ചുവേ, ഇതാ അടുത്തൊരു ന്യൂ അഡ്മിഷൻ. ഇവന്മാരൊക്കെ കാശിരാൻ വേണ്ടി നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. പേര് പറയടാ. അഭയ് മനോജ്. ഇവിടെ തന്റെ പേരെ വിളിക്കുക. നിന്റെ പേര് മനോജ്. ഷാരോണേ, അവനെ കണ്ടിട്ട് അധികം റിച്ചാണെന്ന് തോന്നുന്നില്ലല്ലേ? അത് കുഴപ്പമില്ലടാ, നമുക്ക് ഇതിന് വേറെ വല്ല പണി കൊടുക്കും. അത് കൊള്ളാൻ വെച്ചാൽ ചേട്ടാ, എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് നിൽക്കടാ. എന്താണ് ഇത് ധൃതി? നിന്റെ ഫസ്റ്റ് ദിവസമല്ലേ, ഒരു കാര്യം ചെയ്യും, നീ ഷർട്ടില്ലാതെ പോയാൽ മതി. വേണ്ടേട്ടാ, അത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഷർട്ടില്ലാതെ കൊണ്ടുവരും. ഊറടാ. എന്നാ ടോപ്പിക്ക കയ്യിൽ തന്നെ ഉണ്ട്, ചെയ്താ മതി. നീ ക്യാൻറ്റീനിൽ പോവാ. അതന്നെ, നിൽക്കടാ. അവന്മാരെ മേളിലുണ്ടോ? അവന്മാർക്ക് ഇത് ബുക്ക് കൊടുത്തിട്ടോ? ചേട്ടാ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. കൊടുത്തിട്ട് ചേട്ടാ പോടാ. പ്ലീസ് പോടാ മോനെ. സുഖല്ലേ? പിന്നെ പിന്നെ അവിടെ സ്പോർട്സ് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട് സാറേ. എന്തായാലും നമ്മൾ ഇത്തവണ വിട്ടുകൊടുക്കരുത്. ഇത്തവണ നമ്മൾ കപ്പ് അടിച്ചിരിക്കണം. പ്രാക്ടീസിന് കറക്റ്റ് സമയത്തിന് പോണം. കപ്പ് അടിക്കാനുള്ളതാ. പിന്നെ വൈകിട്ട് സിനിമയ്ക്ക് പോകും. പിന്നെ സീനിയേഴ്സിനെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യടക്കെ. അവന്മാരെ അസൈൻമെന്റ് ഇതൊക്കെ മടുത്ത്. ഇത് സാറ് പറഞ്ഞോട് പറഞ്ഞു. ഇല്ല എടാ, നീ ഒരു കാര്യം ചെയ്യാം, അവന്മാരുടെ കാര്യം സാറിൻ്റെ അടുത്ത് പറയാം. സാർ, സീനിയേഴ്സൊക്കെ ഭയങ്കര റാഗ് ചെയ്യുന്നുണ്ട്. അപ്പോ കോളേജൊക്കെ അല്ലേ, അപ്പം ചെറു റാഗിങ് ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമാക്കല്ല. കിട്ടുക ഓക്കെ. എന്താടാ, ഞാൻ കേട്ടല്ലോ നീ നമ്മളെപ്പറ്റി കംപ്ലൈൻറ്റ് സാറിനോട്. കുഞ്ഞാനെ മോനെ, എനിക്ക് കുറെ നാളായി തുടങ്ങിയിട്ട്. നിനക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം. എടാ ഒരു മിനിറ്റ്, ഞാൻ കോൾ ചെയ്യുന്നു. അല്ലാണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുതിട്ടാ. ഹലോ മോനെ, ഹലോ മേ, ഞാൻ കോളേജിലാണ്. കുറച്ച് ഇറക്കില്ല, വിളിക്കാം. എനിക്ക് വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്തിട്ടേ മേ, ഒരു പ്രശ്നമുണ്ടോ? നീ അത്യാവശ്യമായിട്ടും വേഗം വീട്ടിലേക്കൊന്ന് വരുമോ? ഞാൻ വരാം. ശരി. അവിടെ എവിടെ ഉണ്ട്? പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിട്ടാ. ആടാ, വിളിക്കാം. ശരി. എന്തിട്ടമ്മേ വിളിച്ചേ? നീ വന്നൂലേ? അപ്പൊ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പോയി നോക്കിക്കേ, ഞാൻ വിളിച്ചിട്ട് വരുന്നു. ഞാൻ നോക്കാം. അപ്പൂച്ചേ, എന്തിട്ടാ തുടങ്ങാൻ? ഞാൻ അങ്ങോട്ടില്ല. എടാ അപ്പൂച്ചേനോട് പറ, എന്ത് പറ്റി? എനിക്ക് എന്നാ ഒരു ഉപദേശമല്ലോ. എനിക്ക് അവിടെ പറ്റില്ല, ഞാൻ പോവില്ല അങ്ങോട്ട്. അവരെന്നെ ഓരോന്ന് ചെയ്യിപ്പിക്കാവിടെ.
ഇനി ഞാൻ കോളേജിൽ പോകണ്ട കേട്ടോ. ഒരു കാര്യം എൻ്റെ കോളേജിൽ കേട്ടോ. ഓക്കെ ആണോ? വീട്ടുകാർ നിർബന്ധം കാരണമല്ലേ നീ അങ്ങോട്ട് ചേർന്ന്. എനിക്കവിടെ ഇഷ്ടമുള്ള കോഴ്സ് എൻ്റെ കോളേജിൽ പഠിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഉറപ്പിടും. അമ്മയോട് വിഷമിച്ചിരിക്കുക. കഴിക്കാം, ബാ. എനിക്ക് ബാ ഇവിടെ. അവനും എല്ലാം കഴിക്കാൻ കൊടുത്തേ. മോനെ നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല കഴിക്കും. നീ കഴിക്കട്ടോ. ഉഷാറായിക്കേ, തിരിച്ചേ. അമ്മേ, ഞാൻ പുറത്ത് പോയിട്ട് വരാം. എന്നോട് വരും, വൈകും. ഓക്കെ. എന്നിട്ട് ഇതാണ് എൻ്റെ കോളേജ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 2 നില കയറാനുള്ള ദൂരമുള്ള നമ്മൾ പഠിക്കാം കേട്ടോ. ശരി ഏട്ടാ. എന്താ നിനക്ക് മുട്ടി കിട്ടിട്ടെന്നാല് ഇവിടെ ചോറക്കാണ്ടിട്ടാ. നീ ഒരു കാര്യം ചെയ്യും, നീ ക്ലാസ്സിൽ പോകും, ഞാൻ വരാം. എന്താണ് നടക്കുന്നത് ഇവിടെ? അവിടെ മുടി വെട്ടാണ്ട് ന്യൂ അഡ്മിഷൻ മുടി വെട്ടാണ്ട് വന്നേക്കണേ. എടാ നീ പോടാ. എന്താ ഇനി ഇവിടെ റാഗിങ് പാടില്ല. ഞാൻ സീരിയസ്ലി പറയുമോ? എന്താടാ നീയല്ല തുടങ്ങി വെച്ചത്? എന്താ അങ്ങനെ? ഞാൻ തുടങ്ങി വെച്ചു. ഇനി ഞാൻ തന്നെ പറയുന്നു, ഇവിടെ റാഗിങ് വേണ്ട. എടാ നീ ചുമ്മാ പറഞ്ഞേരടാ. ഞാൻ സീരിയസാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടാൽ മാത്രം മതി. അതെന്താടാ? എടാ ഷാരോട് ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. റാഗിങ് പാടില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വന്നതല്ലോ, ഞാൻ പറയുമോ? അതെന്താടാ അബി അങ്ങനെ? നീയല്ലടാ ഇവിടെ തുടങ്ങിയിട്ട്. നീ പറഞ്ഞല്ലേ ഞങ്ങളിവിടെ. ഞാൻ തുടങ്ങി. ഇനി ഞാൻ തന്നെ പറയുന്നത് വേണ്ട. എടാ വേണ്ട, നമുക്കിതൊന്നും ഇട്ടേക്കും. നിനക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടടാ. വേണ്ടെന്ന് നമുക്ക് വേണ്ട. നല്ലോണം വരയ്ക്കണ്ടല്ലോ. ആ ന്യൂ അഡ്മിഷൻ അല്ലേ? ആ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ലടാ, സീനിയേഴ്സിന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ഇരുന്നോടാ, എൻ്റെ അനിയനാ. പിന്നെ ഇനി തൊട്ട് ആരും നിന്നെ റാഗില്ല കേട്ടോ. ചെയ്തതിനില്ല, സോറി.